الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിക്കപ്പെടേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മാസമാണിത്. ഇസ്ലാമിൽ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് വാജിബായ കാര്യമാണ്, ഈമാനിൻ്റെ കാതലായ കാര്യമാണ്, ഈമാൻ വർദ്ധിക്കുന്നതിൻ്റെ കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നത്. ഒരാൾ ഉണർന്നെണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നൂറുകണക്കിന് സുന്നത്തുകൾ അവൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ഇഷ്ടപ്പെടുന്നുവോ അങ്ങൊന്നിൻ്റെ ചര്യ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുകയാണ് അതിലേറ്റവും വലിയ കാര്യം. പ്രവാചക സ്നേഹത്തിൻ്റെ മഹത്വം നാം തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്നേഹിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഖുർആൻ പറയുന്നുണ്ട്. കുല്ലിൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. നബിയെ പറയുക, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മന്ദീഭവിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും ഇതൊക്കെ അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും പ്രിയപ്പെട്ടതാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുവിൻ, ശിക്ഷ വന്നെത്തുമെന്നാണ്. എന്താ ശിക്ഷ വന്നെത്താൻ കാരണം? മാതാപിതാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അള്ളാഹുവിനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഇഷ്ടപ്പെടാൻ പാടില്ല, മക്കളെ ഇഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മക്കളെ ഇഷ്ടപ്പെടാൻ പാടില്ല, സഹോദരങ്ങളെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. കച്ചവടമാകട്ടെ, നമ്മുടെ പാർപ്പിടമാകട്ടെ, അതിനേക്കാളേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം. എന്തിനാണ് ഇങ്ങനെ? മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തൻ്റെ സമ്പത്തിന് വേണ്ടി, തൻ്റെ കച്ചവടത്തിന് വേണ്ടി, വീടിന് വേണ്ടി
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ച് ജീവിക്കാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്ത് ഇവരെ സ്നേഹിക്കാൻ പാടില്ല. ഇവരെ സ്നേഹിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ, ബന്ധം പുലർത്തുമ്പോൾ, ഒരു കച്ചവടം നിലനിർത്തുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ചര്യക്കനുസരിച്ചായിരിക്കണം ഇതിനെയൊക്കെ ഇഷ്ടപ്പെടേണ്ടത്. ഏതിനെ ഇഷ്ടപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും അതിന് മതപരമായ ഒരു റൂളുണ്ട്. ആ റൂള് പാലിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ഇഷ്ടപ്പെട്ടവനായി മാറും. ഐഹികമായി 8 കാര്യങ്ങൾ അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും മുൻഗണന നൽകുന്നവർ അള്ളാഹുവിൻ്റെ ശിക്ഷാവിധി കാത്തിരിക്കേണ്ടി വരുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ആ സൂറത്തിലൂടെ, ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളും പിതാവും പുത്രനും എല്ലാവരെക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ സ്വന്തത്തെക്കാളും പ്രവാചകനെ ഇഷ്ടപ്പെടാത്ത ഒരാൾ മുഅ്മിനാവുകയില്ല. സ്വന്തത്തെക്കാൾ, സ്വന്തം ഇച്ഛകളെക്കാൾ, സ്വന്തം താല്പര്യങ്ങളെക്കാൾ, പിതാവിനേക്കാൾ, മക്കളെക്കാൾ, മനുഷ്യരെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരു നിമിഷമേതുണ്ടോ ആ നിമിഷമേ ഒരാൾക്ക് വിശ്വാസിയായി മാറാൻ സാധിക്കുകയുള്ളൂ. ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലാണ് അള്ളാഹുവിനെയും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇഷ്ടപ്പെടുക എന്നത്. ഒരാളുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് മറ്റാരെക്കാളും പ്രിയപ്പെട്ടവനായിരിക്കണം. മാതാപിതാക്കൾ, സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ, മറ്റു സഹജീവികൾ എന്നിവരോടെല്ലാം മനുഷ്യ സഹജമായ സ്നേഹമുണ്ടാകും. എന്നാൽ ഈ സ്നേഹബന്ധങ്ങളെക്കാളേറെ പ്രവാചക സ്നേഹമുണ്ടായിരിക്കണം. ആ സ്നേഹത്തിനു താഴെയായിരിക്കണം വേറെ എല്ലാ സ്നേഹങ്ങളും നിലകൊള്ളേണ്ടത്. പ്രവാചകന്റെ കൽപ്പനകളും മാതൃകകളും വരുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങളെക്കാളും ബന്ധങ്ങളെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനാണ് വിശ്വാസി പ്രാധാന്യം നൽകേണ്ടത്. യഥാർത്ഥ പ്രവാചക സ്നേഹം എങ്ങനെയായിരിക്കണം? കേവലം നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമല്ല, വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഏതെങ്കിലും ആഘോഷങ്ങളല്ല, മറിച്ച് പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പൂർണ്ണമായി പിൻപറ്റുക. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ, ബാത്റൂമിൽ പോകുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, ബാങ്ക് കേൾക്കുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, പിതാവിനോട് സംസാരിക്കുമ്പോൾ, മാതാവിനോട് സംസാരിക്കുമ്പോൾ, എല്ലായിടത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പാലിക്കുക. അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക. അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക. അവിടുത്തെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. നബിദിനാഘോഷം ഇസ്ലാമിക നിലപാടെന്താണ്? ഇന്ന് പ്രവാചക സ്നേഹത്തിന്റെ ചിഹ്നമായി ഉന്നയിക്കപ്പെടുന്ന മൗലിദാഘോഷം ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അത് പ്രവാചകന് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അത് പ്രവർത്തിച്ചിരിക്കും. അവരാരും പ്രവർത്തിക്കാത്ത ഒരു കാര്യം ദീനിലുണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ട്? അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഹജ്ജത്തുൽ വിദാഇന്റെ ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണത്. ദീന് പൂർത്തിയാക്കി തന്നു. ആ ദീനിൽ ഒരു തുള്ളി ചേർക്കാനോ ആ ദീനിൽ നിന്നൊരു തുള്ളി കളയാനോ ഇല്ലാത്ത രൂപത്തിൽ സമ്പൂർണമായി ദീനിനെ തന്നു. എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ദീനാണ് ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. തൃപ്തിപ്പെട്ട മതത്തിൽ പിന്നെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഒരാൾക്കും അവകാശമില്ല. മതം പൂർണ്ണമാണ്. അള്ളാഹു ഇസ്ലാം മതത്തെ പൂർണ്ണമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ആയത്തിലൂടെ പറയുന്നത്. അള്ളാഹു നിന്ദിപ്പിച്ച എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധ്യതപ്പെട്ടവനായിരുന്നു. എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തൊക്കെ അതേ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ് അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ സാക്ഷിയാണ് നീ എന്ന് പറഞ്ഞ ഹജ്ജത്തുൽ വിദായിലെ ആ സംസാരത്തിന് ശേഷം ഈ മതത്തിൽ ഒരു പുണ്യകർമ്മവും ചേരാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്തത്
സഹാബത്ത് ചെയ്യാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ താബിഉകളോ 4 മദ്ഹബിന്റെ ഇമാമുകളോ, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്, മാലിക് റഹ്മഹുല്ലാഹ്, ഷാഫി റഹ്മഹുല്ലാഹ്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ്, ഇവരോരും ആഘോഷിക്കാത്ത ആഘോഷമാണ്, ബിദ്അത്തിന്റെ ആഘോഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുക എന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഫാത്തിമികൾ കടത്തിക്കൂട്ടിയ അനാചാരമാണ്. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതാണെന്ന് കരുതി ബിദ്അത്ത് ഉണ്ടാക്കിയാൽ, നല്ലതാണെന്ന് വിചാരിച്ചൊന്ന് ചേർത്താൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാനത് റിസാല നഊദു ബില്ലാഹ്. ഒരാൾ ബിദ്അത്ത് കൊണ്ടുവന്ന് ഇത് ഹസനത്താണ്, ഇതിന് കൂലി കിട്ടുമെന്ന് ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വഹിയിൽ വഞ്ചന കാണിച്ചു എന്ന് വിശ്വസിക്കേണ്ടി വരും. നഊദു ബില്ലാഹ്. അങ്ങനെയുണ്ടാകുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ നന്മകളും പഠിപ്പിച്ചു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മുഴുവൻ തിന്മകളും പഠിപ്പിച്ചു. അതിലൊന്നും ഈ വിഷയം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് നന്മയായി വിചാരിക്കാൻ പാടില്ല. താജുദ്ദീൻ അൽ ഫാക്കിഹാനി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഇന്ന് മൗലിദ് നബി ആഘോഷത്തിന് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിലോ റസൂലിൻ്റെ സുന്നത്തിലോ യാതൊരു അടിസ്ഥാനവും ഉള്ളതായി എനിക്കറിയുകയില്ല. പൂർവികരുടെ മാർഗം പിന്തുടരുന്ന മാതൃകായോഗ്യമായ സമുദായത്തിലെ പണ്ഡിതന്മാരിൽ ആരിൽ നിന്നും ഇത് ചെയ്തതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല. മറിച്ച് ഇത് വ്യർത്ഥ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ, പുതുതായി ഉണ്ടാക്കിയ ബിദ്അത്തും വയറ് കനപ്പിക്കുന്നവർ ഉണ്ടാക്കിയ വഞ്ചനയുമാണ് എന്ന് പറയുകയാണ്. ഹജ്ജാജ് അൽ മാലികി റഹ്മഹുല്ലാഹ് പറയുകയാണ്, അവർ പുതുതായി ഉണ്ടാക്കിയ മൗലിദാഘോഷം ഇതിൽപ്പെട്ടതാണ്, അവ ആരാധനകളിൽപ്പെട്ടതാണെന്നും ഇസ്ലാമിക ചിഹ്നങ്ങൾ വെളിപ്പെടുത്തലാണെന്നും അവർ വിശ്വസിക്കുന്നു. ഇതിലടങ്ങിയ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ വേറെയും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് വ്യക്തമായ ബിദ്അത്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. മാതൃകയില്ല ഇതിന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല, സഹാബികളുടെ മാതൃകയില്ല, താബിഈകളുടെ മാതൃകയില്ല, അയിമ്മത്തുൽ അർബഅയുടെ മാതൃകയില്ല. മാതൃകയില്ലാത്ത ഒരു കാര്യം ഇസ്ലാമിലില്ല. നമസ്കാരത്തിന് മാതൃക വേണം, ഹജ്ജിന് മാതൃക വേണം, നോമ്പിന് മാതൃക വേണം, മാതാപിതാക്കളെ അനുസരിക്കുന്നതിന് മാതൃകയുണ്ട്, ഓരോന്നിനും മാതൃകയുണ്ട്. സഹാബത്തിൻ്റെ അടുത്തുനിന്ന് ദഅവത്തിന് മാതൃകയുണ്ട്. ഈ മാതൃകയില്ലാത്ത ഒരു കാര്യം ഈ ദീനിൽ കൊണ്ടുവന്ന് അതിങ്ങനെ ഓരോ വർഷവും അപ്ഡേറ്റായി വരികയാണ്. ഓരോ കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കണം, കൃത്യമായ മാർഗദർശനം ഇസ്ലാമിനുണ്ട്. എങ്ങനെയാണ് അവസാനത്തെ 10 കൊണ്ട് നടക്കേണ്ടത്, ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. റബീഉൽ അവൽ മാസം ആദ്യത്തെ 10 എങ്ങനെ കൊണ്ട് നടക്കണം, രണ്ടാമത്തെ 10 എങ്ങനെ കൊണ്ട് നടക്കണം, മൂന്നാമത്തെ 10 എങ്ങനെ കൊണ്ട് നടക്കണം എന്നതിന് ഒരു റിവായത്തും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഋതുകർത്തകളെ കുറിച്ച് താക്കീത് ഖുത്ബയിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതുനിർമ്മിതങ്ങളും ബിദ്അത്താണ്, എല്ലാ പുതുതായി വന്നതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും വഴികേടിലേക്കാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക പ്രസംഗങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ മതത്തിലില്ലാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. എന്താണ് യഥാർത്ഥ പ്രവാചക സ്നേഹം? നമ്മൾ മനസ്സിലാക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേ രൂപത്തിൽ സ്നേഹിക്കുകയും ചെയ്യണം. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തിബാഅ്, പിൻപറ്റുക. അല്ലാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി പിൻപറ്റുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നത് അല്ലാഹു തആലയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്.
കേവലം വായ കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയലല്ല, മറിച്ച് അവൻ്റെ ചര്യകളിൽ, ജീവിതത്തിലെ ചര്യകൾ പിൻപറ്റുമ്പോഴാണ്, അവിടുത്തെ ചര്യകൾ പിൻപറ്റുമ്പോഴാണ് അവൻ്റെ ജീവിതം സ്നേഹമയമായ ജീവിതമായി മാറുക, അവൻ്റെ പാപമോചനം ലഭിക്കുക. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകനെ പിൻപറ്റണമെന്നാണ് കൽപ്പന. ആ കൽപ്പനകൾ അനുസരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് സ്വീകരിക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യുക. വമാ ആതാകുമർ റസൂല ഫഖദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. റസൂൽ നിങ്ങൾക്ക് നൽകിയതെന്തോ അത് സ്വീകരിക്കുക. നൽകിയത് തന്നെ എമ്പാടും ചെയ്യാനുണ്ട്, അതൊന്നും ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഒരിക്കലും ചെയ്യാൻ പറയാത്തതും മാതൃകയില്ലാത്തതും കാണിച്ചു തരാത്തതും ഒരിക്കലും ഒരു ഹദീത്തോ ആയത്തോ ഇല്ലാത്തതുമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് വളരെ ഖേദകരമാണ്. സുന്നത്ത് ജീവിതത്തിൽ പകർത്തുകയാണ് വേണ്ടത്. ആഘോഷങ്ങൾക്ക് പകരം താടി വളർത്തണം, വസ്ത്രം നെരിയാണിക്ക് മുകളിലെടുക്കണം, സ്ത്രീകൾ വസ്ത്രം മാന്യമായി ധരിക്കണം, വേണ്ട സമയത്ത് സാന്ദർഭികമായ പ്രാർത്ഥനകൾ ചൊല്ലണം, ഇടപാടുകളിൽ സത്യസന്ധരായിരിക്കണം, തൗഹീദിന്റെ പ്രചാരണം വേണം, ഭാര്യയോട് നല്ല നിലക്ക് നിൽക്കണം, ഭർത്താവിനോട് നല്ല നിലക്ക് നിൽക്കണം, മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് സേവ ചെയ്യണം. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം. ആ അടയാളം എത്ര പേർ പാലിക്കുന്നുണ്ട്? ആ അടയാളം എത്ര പേർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? ദേഷ്യപ്പെടാതിരിക്കണം, ഈഗോ ഇല്ലാതിരിക്കണം, ശത്രുതയില്ലാതിരിക്കണം, മനസ്സിൻ്റെ ഉള്ളിൽ പകയില്ലാതിരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ആ അങ്ങുന്നിൻ്റെ മനസ്സുപോലെ മനസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് വേണ്ടത്. കൽപ്പനകൾ അനുസരിക്കലും വിരോധിച്ചത് വർജിക്കലും അനിവാര്യമായ കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത്തബഉ വലാ തബ്തദിഉ ഫഖദ് കഫീതും വഅലൈക്കും ബിഅംരിൽ അവ്വൽ. നിങ്ങൾ പ്രവാചകചര്യയെ പിൻപറ്റുക, പുതുതായി ഒന്നും ഉണ്ടാക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. മുൻഗാമികളുടെ പാത നിങ്ങൾ കർശനമായി മുറുകെ പിടിക്കുക. എന്താണ് മുൻഗാമികളുടെ പാത? നബിദിനം ആഘോഷിക്കാതിരിക്കുക എന്നതാണ് മുൻഗാമികളുടെ പാത. അപ്പോൾ കേരളത്തിൽ ആരാണ് മുൻഗാമികൾ അനുസരിച്ച് ജീവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. അള്ളാഹു കൽപ്പിച്ചതുപോലെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നത് 365 ദിവസവും 24 മണിക്കൂറും ചെയ്യേണ്ട കാര്യമാണ്, സാന്ദർഭികമായി ചെയ്യേണ്ട കാര്യമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹു അവന്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ സ്വലാത്തും സലാമും ചെല്ലുവിൻ എന്ന് ഖുർആന്റെ കൽപ്പനയാണ്. അത് നമുക്ക് വാജിബാണ്, ഫറളാണ്. സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ്. ആരെങ്കിലും എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചെല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 തവണ റഹ്മത്ത് ചൊരിയും, അല്ലെങ്കിൽ രക്ഷ നൽകുമെന്ന് ഹദീസുണ്ട്. അതേപോലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ 10 പാപങ്ങൾ മായ്ക്കപ്പെടും, 10 പദവികൾ ഉയർത്തപ്പെടും, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടുമെന്നൊക്കെ ഹദീസിൽ പറയുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലി ആരംഭിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും. അത് സ്വീകാര്യമാകാൻ അർഹതയുള്ള പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അന്ത്യനാളിൽ പ്രവാചകന്റെ സാമീപ്യത്തിനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിനും സ്വലാത്ത് ചെല്ലൽ ഒരു മനുഷ്യന് ആവശ്യമായ കാര്യമാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാനും മാനസിക വിഷമങ്ങൾ മാറാനും സഹായിക്കും. സ്വലാത്ത് ചെല്ലേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണം. നമസ്കാരത്തിന്റെ അത്തഹിയാത്തിൽ സ്വലാത്ത് ചെല്ലണം. ബാങ്കിനും ഇഖാമത്തിനും ശേഷം സ്വലാത്ത് ചെല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുമ്പും ശേഷവും സ്വലാത്ത് ചെല്ലണം. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ സ്വലാത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണം. അതേപോലെ മയ്യത്ത് നമസ്കാരത്തിൽ സ്വലാത്ത് ചെല്ലണം. ഇതിലൊക്കെ സ്വലാത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എത്ര സ്വലാത്തും നമുക്ക് ചെല്ലാം. ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലണം. ആരെങ്കിലും കൊണ്ടുവന്ന് കെട്ടിച്ചമച്ച സ്വലാത്തല്ല ചെല്ലേണ്ടത്. ഇനി നബിദിനം ആഘോഷിക്കണം. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? തിങ്കളാഴ്ച നോമ്പ് നോറ്റ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സുഇലാൻ സൗമി യൗമി ഇത്നൈൻ, യൗമിൽ ഇത്നൈനിൽ നോമ്പിനെ പറ്റി ചോദിച്ചു. ദാക യൗമ ഉലിദ്തു ഫീഹി,
ഞാൻ തിങ്കളാഴ്ചയാണ് ജനിച്ചത്. എന്നെ അയച്ചതും എന്നെ പ്രവാചകനാക്കിയതും തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ഞാൻ അന്ന് നന്ദി സൂചകമായി നോമ്പ് നോൽക്കും, നിങ്ങളും നോൽക്കണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം പായസം കുടിക്കുകയാണോ, ബിരിയാണി വെക്കുകയാണോ, അതോ നോമ്പ് നോൽക്കുകയാണോ ചെയ്യേണ്ടത്? ആലോചിക്കണം. അതൊരു വർഷത്തിലൊരാഘോഷമാക്കി മാറ്റുന്നതിന് പകരം ആഴ്ചകൾ തോറും തിങ്കളാഴ്ച നോമ്പ് തുറക്കാൻ തീരുമാനിച്ചാൽ അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിനുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട മാർഗം. വർഷത്തിലൊരിക്കൽ ആഘോഷം നടത്തുന്നതല്ല യഥാർത്ഥ സ്നേഹം. ഓരോ മൈക്രോ സെക്കൻഡിലും പ്രവാചകനെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രവാചക സ്നേഹമെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർക്ക് ഈമാൻ പൂർണ്ണമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണിനേക്കാൾ, കരണിനേക്കാൾ, പിതാവിനേക്കാൾ, മാതാവിനേക്കാൾ, സഹോദരങ്ങളെക്കാൾ, കച്ചവടത്തെക്കാൾ, വീടിനേക്കാൾ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ പോലെ തന്നെ വഫാത്തായ ദിനവുമാണ്. സ്വന്തം മാതാപിതാക്കളുടെയോ മക്കളുടെയോ മരണദിനത്തിൽ ആരെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിക്കുമോ? ചെറിയ ചോദ്യമാണ്, വലിയ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അന്ന് 10 മണിക്ക് റബീഉൽ അവ്വൽ 12-ാം തീയതി 10 മണിക്ക് എന്താണ് നടക്കാറുള്ളത്? എന്നാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-ന് 10 മണിക്കാണ് ഈ ലോകം വിട്ടുപോയത്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിഷമവും പ്രയാസവും വരേണ്ട ഒരു കാര്യമാണ്. വഹിയ നിലച്ച ദിവസമാണെന്ന്, ഈ ലോകത്തിൻ്റെ വെളിച്ചം കെട്ടുപോയ ദിവസമാണെന്ന്. നമുക്ക് കിതാബും സുന്നത്തും ഇവിടെ ബാക്കിയാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയ നിമിഷത്തിൽ ജ്യൂസും പായസവും കൊടുത്ത് ആഘോഷിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ എന്തൊരു വൈരുദ്ധ്യമാണ്. മരിച്ച മക്കളുടെ ജന്മദിനം പായസം വെച്ച് ആഘോഷിക്കുന്ന പ്രകൃതം അത് മനുഷ്യ സഹജമല്ലല്ലോ. ഒരു കുട്ടി മരിച്ചു, പിന്നെ എല്ലാ വർഷവും ആ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കരളിൻ്റെ കഷ്ണമായി സ്നേഹിക്കേണ്ട പ്രവാചകൻ ഇവിടെ നിന്ന് വഫാത്തായി പോയതിന് ശേഷം ആ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ഔചിത്യം എത്രയാണ്? മാതാപിതാക്കൾ മരിച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബർത്ത്ഡേ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ടോ? ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എന്തൊരു വൈരുദ്ധ്യമാണ് ബിദ്അത്തുകൾ കൊണ്ട് മനുഷ്യനുണ്ടാക്കി തീർക്കുന്നത്. ഇസ്ലാമിൽ മരണദിനങ്ങളോ ജന്മദിനങ്ങളോ കേന്ദ്രീകരിച്ച് ഒരു വാർഷികാഘോഷവും നിലനിൽക്കുന്നില്ല. ഒരു നബിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടില്ല, ഒരേ നബിയുടെയും ഡെത്ത് ഓഫ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അതിന് ഇസ്ലാമിൽ പ്രാധാന്യമേ ഇല്ല. ഇന്നത്തെ ആ ഒരു ആഘോഷ രീതികൾ സ്നേഹമോ ആദരവോ അനാദരവോ എന്ന് ചിന്തിക്കണം. സ്നേഹമാണോ അനാദരവാണോ ഉണ്ടാക്കുന്നത്? ഉപ്പയെപ്പറ്റി ഒരാഘോഷം ഈ ഏപ്പുക്കാട് അങ്ങാടിയിൽ അങ്ങനെ ഉപ്പ മരിച്ചതിന് ശേഷം ഒരു ജന്മദിനാഘോഷം ഇവിടെ സംഘടിപ്പിക്കുന്നത് പോലെ സംഘടിപ്പിക്കാൻ ആരെങ്കിലും മുതിരുമോ? എന്തുകൊണ്ട്? അത് മാന്യതയല്ലെന്നറിയാം, അത് മാന്യതയല്ലെന്നറിയാം. എന്നിട്ടാണ് കരളിന്റെ കഷ്ണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇങ്ങനെയുള്ള പേക്കൂത്തുകളൊക്കെ നടത്തുന്നത്. പ്രവാചകന്റെ സഹാബികളുടെ പേരിൽ നാടകീയമായി വേഷം കെട്ടുന്ന അവസ്ഥ. ഇത് ഉണ്ണി മുഹമ്മദാണെന്ന് പറയുക, എന്തവസ്ഥയാണ് മുസ്ലിം സമുദായത്തിന് പറ്റിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയ വാദ്യമേളങ്ങളും മ്യൂസിക്കും നബിദിന റാലിയിൽ ഉപയോഗിക്കുക, റോഡുകൾ ബ്ലോക്ക് ചെയ്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റാലികൾ സംഘടിപ്പിക്കുക. വർഷത്തിൽ ബാക്കി ദിവസങ്ങളെല്ലാം മതനിഷ്ഠയില്ലാതെ ജീവിക്കുന്ന, നമസ്കരിക്കാതെ ജീവിക്കുന്ന ആളാണെങ്കിലും നബിദിനത്തിൽ പങ്കെടുത്താൽ ആ വർഷം മരിച്ചാൽ സ്വർഗത്തിലെത്തുമെന്ന വിചാരത്തോടുകൂടിയാണ്, ആവേശത്തോടുകൂടി അതിൽ പങ്കെടുക്കുന്നവരെ കാണുമ്പോൾ തോന്നുക. ആചാരങ്ങളിൽ ആദർശപരമായ വീഴ്ചകൾ പലതാണ്. മൗലിദിന്റെ വരികൾ, നേർച്ചകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നേർച്ച നേരുക, ഭക്ഷണം ഉണ്ടാക്കുക, ഇതൊക്കെ പ്രവാചകനോട് പ്രാർത്ഥിക്കുക വരെ
ഈ ഒരു ഏകദൈവ വിശ്വാസം ഇസ്ലാമിൻ്റെ അടിത്തറ പൊളിഞ്ഞു പോകുന്ന രൂപത്തിൽ ആഘോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് അർഹതപ്പെട്ടതിനപ്പുറം ഒരു പുകഴ്ത്തലോ ഒരു പദവിയോ ഒരിക്കലും നൽകരുതെന്ന് കർശനമായി കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ ചര്യ പകർത്തിയായിട്ടാണ് എന്ന് ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ്. തിന്മകൾ കൂട്ടിച്ചേർത്തുള്ള ആചാരങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അത് പ്രവാചകന്റെ അധ്യാപനങ്ങളെ ഇകഴ്ത്തലാണ്, പ്രവാചകനെ അനാദരിക്കലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദരിക്കലും ബഹുമാനിക്കലും സ്നേഹിക്കലുമല്ല എന്ന് സൗഹൃദ ബുദ്ധിയ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും എല്ലാ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചെല്ലുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ കൽപ്പിച്ചോ, രാവിലെയും വൈകുന്നേരവും കൽപ്പിച്ചോ, എങ്ങനെ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ചോ ആ രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നബി സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്തമമായ അവസ്ഥയെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടുന്ന ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൽ ദുഃഖിക്കാനും പ്രയാസപ്പെടാനും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആലോചിച്ചും ചിന്തിച്ചും ആ ചര്യകൾ പാലിച്ചും ജീവിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.